എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സാമിന് ഒരു മാർക്ക് മേടിക്കേണ്ട, അതിന് മാത്രം അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ തിയറി പാർട്ടിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെ ഒരു മാർക്ക് നേടാം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി, രാജൻ സെഡ് ഹീസ് ഹാപ്പി എന്ന് പറയുന്ന ഈ ഒരു വാക്യത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് സ്പീച്ച് പാർട്ട്, ഇതൊന്ന് റിപ്പോർട്ടിംഗ് പാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. പേരൊന്നും അറിഞ്ഞു വെക്കേണ്ട. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ ഈസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ടെൻസിലാണ്. ഇവിടെ ഈ സെഡ് എന്ന് വന്നതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം പാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്ത ഭാഗം നോക്കിയേ, രാജൻ സെഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി. ഓക്കെ, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ഈ ഭാഗത്ത് പ്രസൻ്റ് ആണെങ്കിൽ ഈ ഭാഗവും പ്രസൻ്റ് ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഈ തന്നിരിക്കുന്ന ഭാഗം പാസ്റ്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ സെഡ് തന്നുകൊണ്ടാണ് ഇവിടെ എന്തായിട്ട് മാറിയത്? പാസ്റ്റ് ആയിട്ട് മാറിയത്. ഈസ് ഉള്ളത് പാസ് ആയിട്ട് മാറിയത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിന് ആദ്യത്തെ ക്ലാസ്സിൽ സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അസേർട്ടീവ് സെൻറ്റൻസ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അസേർട്ടീവ് സെൻറ്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സെഡ് എന്ന് വരികയാണെങ്കിൽ, സെഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? സെഡ് എന്ന് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും സെഡ് തന്നെയാണ് വരിക. Z2 എന്നാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. അതായത് റിപ്പോർട്ടിംഗ് പാർട്ടിൽ സെഡ് എന്നാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ സെഡ് ആയിട്ട് തന്നെ മാറും. Z2 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ടോൾഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ പറയുന്ന ഭാഗത്തിന് ഒരു കോമ ഇട്ടിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. രാജൻ സെഡിൻ്റെ ഒരു കോമ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഭാഗം ഈ കോട്ടിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ കോമയൊക്കെ കളഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വാക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കണക്റ്റിംഗ് വേർഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ ഇവിടെ അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ കേസിൽ ഉപയോഗിക്കാൻ പോകുന്നത് ദാറ്റ് എന്നാണ്. അതിൻ്റെ എക്സാമ്പിളാണ് മുകളിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് ആയിട്ട് മാറും, Z2 ടോൾഡ് ആയിട്ട് മാറും. കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? അസേർട്ടീവിൻ്റെ കേസിൽ ദാറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി പ്രോണൗൺ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും കൂടെ പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇപ്പോൾ നമ്മൾ നൗണുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ പ്രോണൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ രാജൻ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഹി ഉപയോഗിക്കാം, ഷീ ഉപയോഗിക്കാം. അത് രാജന് പകരം മീൻസ് ഒരു പേരിന് പകരം നമുക്ക് ഹിയോ ഷീയോ ദേയോ അങ്ങനെയൊക്കെ വിയോ ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോണൗണിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കോഡ് ആലോചിച്ച് വെക്കണം. SON, സൺ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ 1 എന്നിടുക, 2 എന്നിടുക, 3 എന്നിടുക. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 1, 2, 3 എന്താണെന്ന് ഞാൻ ഈ 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ എന്നാണ്. 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പേഴ്സൺ എന്നാണ്. 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് പേഴ്സൺ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതുണ്ടോ, IV എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് IV എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, ഇനി അത് എന്താണെന്ന് അറിയാത്തവരൊന്നും ജസ്റ്റ് ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 1 എന്നിട്ടത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് IV, ഞാൻ അല്ലെങ്കിൽ നമ്മളെന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൻ്റെ മേലല്ലേ 1, ഫസ്റ്റ് പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ, അതായത് തന്നിരിക്കുന്നതിൽ IU V ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ വെർബ് മാറ്റാൻ. ഓക്കെ, സബ്ജക്റ്റിനനുസരിച്ച് മാറ്റണം എന്നാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ S എന്ന് പറയുന്നത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി 2 എന്ന് നോക്കിയാൽ, 2 എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. U എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം, U എന്ന് പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഈ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നോക്കി താഴെ എഴുതിയിരിക്കുന്നത് O ആണ്. അപ്പോൾ U ആണ് വരുന്നതെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം മാറ്റാനായിട്ട്. ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം മാറ്റാൻ. ഓക്കെ, ഇനി 3 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി തേർഡ് പേഴ്സൺ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? N എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് ആണ്, ഒരു മാറ്റവും വരുത്തേണ്ട. ഇത് അതേപോലെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക. ഇനി എക്സാമ്പിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ഇത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് Z ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഭാഗം എന്താണ്? ഇതിൻ്റെ ടെൻസ് മാറ്റണം എന്ന് പറഞ്ഞില്ലേ? അതായത് ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെയും പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വെർബിൻ്റെ മാറ്റങ്ങൾ വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്.
V1 തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറണം? റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ V2 ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡു ഡസ് എന്നൊക്കെ പറയുന്നത് V1ൻ്റെ രൂപങ്ങളാണ്. ഒന്ന് ഇത് ഏതാണ്? ഇത് സിംഗുലർ ആണ്, ഇത് പ്ലൂറൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡു ഡസ് എന്ന് പറയുന്നത് നമുക്ക് V1 ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. V2ൻ്റെ ഫോം ഏതാണ്? ഡിഡ് ആണ് അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഡു ഡസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം? ഡിഡ്. അപ്പോൾ നമുക്ക് തന്നെ V2 തന്നെ പറയാം. അപ്പോൾ V2 രൂപമാണ് എന്ത്? ഡിഡ് എന്ന് പറയുന്നത് V2 രൂപമാണെന്ന് മനസ്സിലാക്കി വെക്കുക. V1 അപ്പോൾ V2 ആയിട്ട് മാറും. ഡു ഓർ ഡസ് എന്ന് പറയുന്നത് എന്തെന്നെയാണ്? അതെന്തായിട്ടാണ് മാറുക? ഡിഡ്. ഈ ഡിഡ് പ്ലസ് V1 ആണ് എന്ത്? ശരിക്കും V2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്? V1 എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആം ഈസ് ആർ എന്ന പ്രസൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഏതാണ്? വാസ് അല്ലെങ്കിൽ എന്താണ്? വേറാണ്. ഓക്കെ, അപ്പോൾ ആം ഈസ് ആർ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? വാസ് അല്ലെങ്കിൽ വേറായിട്ട് മാറും. ഇനി ഹാസും ഹാവ് ആ തരുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും അല്ലേ? ഇത് പ്രസൻ്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്, ഇത് പ്രസൻ്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് പ്രസൻ്റ് ആണ്, ഇത് പത്. അപ്പോൾ V1 എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. ഇനി V1 V2 ആയിട്ട് മാറുകയാണെങ്കിൽ V2 എന്തായിട്ടാണ് മാറുക? V2 തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3 ആയിട്ടാണ് മാറുക. ഓക്കെ, V1 V2 ആയിട്ട് മാറുമ്പോൾ V2 എന്തായിട്ടാണ് മാറുക? ഹാഡ് പ്ലസ് V3 ആയിട്ടാണ് മാറുക. ഓക്കെ, അതേപോലെ തന്നെ വാസും വേറും നമ്മൾ പറഞ്ഞു. ആം ഈസ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത പാസ്റ്റായ വാസ് വേറിലേക്ക് മാറും. ഇനി വാസും വേറുമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായിട്ടാണ് മാറുക? ഹാഡ് ബീൻ ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കേട്ടിരിക്കുക കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സംഭവത്തിലേക്ക് എത്താൻ പറ്റുമേ. ഇനി അടുത്ത് നോക്കി, ഇതിൻ്റെ ഒരു എക്സാമ്പിളായി പറയുന്നത് ഹീ സെഡ് ടു മീ ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. ഹീ സെഡ് ടു മീ ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ സെഡ് ടു എന്തായിട്ട് മാറും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഹീ സെഡ് ടു എന്തായിട്ട് മാറും പറഞ്ഞു? ടോൾഡ് ആയിട്ട് മാറും. മീ എഴുതി, അത് അതേപോലെ എഴുതി. ഇനി ഇത് രണ്ടിനെ കണക്ട് ചെയ്യാനുള്ള വേർഡ് ഏതാണ്? ദാറ്റ് അല്ലേ? ദാറ്റ് എഴുതി. ഹീ ടോൾഡ് മീ ദാറ്റ്. ഇനി തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം നോക്കിക്കേ. ഈ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് സ്പീച്ച് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഐ അല്ലേ തന്നിട്ടുള്ളത്? ഐ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? 1 2 3 അല്ലേ? ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ അല്ലേ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കോഡ് ഇതല്ലേ വരുന്നത്? ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ഇവിടെ തന്നിരിക്കുന്നതിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയേ. ഹീ സെഡ് ടു മീ എന്ന് പറയുന്നതിൽ സബ്ജക്റ്റ് ആരാണ്? ഹീ അല്ലേ ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഹീ വെച്ച് ഈ സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതണം? ഹീ ടോൾഡ് മീ ദാറ്റ്. ഐ എന്തായിട്ടാണ് മാറുക? ഐ എന്തായിട്ട് മാറും? ഹീ ആയിട്ടാണ് മാറുന്നത് അല്ലേ? ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ. ഇവിടെ എന്താണ്? V2 അല്ലേ? V2 എന്തായിട്ടാണ് മാറുക? V2 മാറുന്നത് ഹാഡ് പ്ലസ് V3 ആയിട്ടല്ലേ മാറുന്നത്. അപ്പോൾ എന്ത് വരും? ഹീ ഹാഡ്. V3 ഫോം എന്താണ്? റൈറ്റ് റോട്ട് റിട്ടേൺ എന്നല്ലേ? അപ്പോൾ റിട്ടേൺ വരും. ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. യെസ്റ്റർഡേ എന്നുള്ള വാക്ക് എന്തായിട്ട് മാറുമെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേ എന്ന് മാറും. ദ പ്രീവിയസ് ഡേ. ഓക്കെ, അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ള വാക്ക് ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ നോക്കി, ദിസ് ഉള്ളത് ദാറ്റ് ആയിട്ട് മാറും, ദീസ് ഉള്ളത് ദോസ് ആയിട്ട് മാറും, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നായിട്ട് മാറും, ടു നൈറ്റ് ദാറ്റ് നൈറ്റ്, ടുമോറോ ദ നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മാറും. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഫോളോയിങ് വീക്ക്. യെസ്റ്റർഡേ നമ്മളിവിടെ പറഞ്ഞു ദ പ്രീവിയസ് ഡേ ആയിട്ടാണ് മാറുക. ലാസ്റ്റ് മന്ത് ദ പ്രീവിയസ് മന്ത്. ഹിയർ ദർ ആയിട്ട് മാറും. ഹിയർ ആഫ്റ്റർ ദർ ആഫ്റ്റർ ആയിട്ട് മാറും. എഗോ എന്നുള്ളത് ബിഫോർ ആയിട്ട് മാറും. നൗ ഉള്ളത് ദെൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാറ്റങ്ങൾ വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഇവിടെ മെയിനായിട്ട് റൈറ്റ് റോട്ട് എന്തായിട്ട് മാറും? V2 ഫോം ഹാഡ് പ്ലസ് V3 രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത. ഇമ്പരേറ്റീവ് നമുക്കറിയാം വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകളായിട്ട് നേരത്തെ നമ്മൾ സെഡായിട്ട് സെഡ് ടു ടോൾഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് പകരം നമ്മളിവിടെ റിപ്പോർട്ടിംഗ് വെർബുകളായിട്ട് ഉപയോഗിക്കുന്ന റിക്വസ്റ്റഡ്, ഓർഡേഡ്, കമാൻഡഡ്, പ്രേഡ്, അഡ്വൈസ്, സജസ്റ്റ് എന്നൊക്കെയാണ്. മെയിനായിട്ട് നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന റിക്വസ്റ്റഡ് എന്ന് പറയുന്ന വാക്കുകളൊക്കെയാണ്. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ ദാറ്റ് ആണ് കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടു അല്ലെങ്കിൽ നോട്ട് ടു. പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ടു. അപ്പോൾ ഡോണ്ട് എന്നൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളാണെങ്കിൽ നമ്മൾ നോട്ട് ടു. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നോട്ട് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ പോസിറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ ടു ആണ് നമ്മൾ കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നേരത്തെ നമ്മുടെ അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ കേസിൽ നമ്മൾ ടെൻസുകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു മാറ്റവും ടെൻസിന് സംഭവിക്കില്ല. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ കേസിൽ ടെൻസിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. പ്രകാശ് സെഡ് പ്ലീസ് ഗീവ് മീ അനദർ ചാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലീസ് അതുപോലെ തന്നെ കൈൻഡ്ലി
ഇത്തരം വാക്കുകളൊക്കെ ഈ പറയുന്ന സെൻറ്റൻസുകൾ വരികയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരം വാക്കുകളുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്ന് മനസ്സിലാവും. പ്ലീസ് ഗീവ് മീ അനദർ ചാൻസ്. അപ്പോൾ ഗീവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർബിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ടെൻസിന് ഒരു മാറ്റവും സംഭവിക്കില്ല. കണക്റ്റിംഗ് വേർഡായിട്ട് ടു ആണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്, ഇവിടെ നോട്ടൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ടു മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സെഡ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? റിക്വസ്റ്റഡ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. പ്രകാശ് റിക്വസ്റ്റഡ്, കണക്റ്റിംഗ് വേർഡ് എന്താണ്? ടു ആണ്. പ്ലീസ് നമ്മൾ പ്ലീസ്, കൈൻഡ്ലി അങ്ങനത്തെ വാക്കുകളൊക്കെ ഒഴിവാക്കണം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ടെൻസിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ അത് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഗീവ് മീ, മീ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹിം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രകാശ് റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം അനദർ ചാൻസ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അർത്ഥം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കിയത് ലേഡി ടു ദ തീഫ് പ്ലീസ് ഡോണ്ട് കിൽ മീ. അപ്പോൾ ലേഡി എന്താണ്? ലേഡി ടു ദ തീഫ്. അപ്പോൾ ലേഡി റിക്വസ്റ്റഡ്, കണക്റ്റിംഗ് വേർഡ് നമ്മൾ ഇത് എഴുതി, നമ്മുടെ റിപ്പോർട്ടിംഗ് വേർഡ് എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? ദ തീഫ് നോട്ട് ടു. ഇവിടെ നമ്മുടെ കണക്റ്റിംഗ് വേർഡ് നോട്ട് ടു, കാരണം ഡോണ്ട് വന്നതുകൊണ്ട് തന്നെ നോട്ട് ടു എന്നാണ് നമ്മുടെ കണക്റ്റിംഗ് വേർഡ്. കിൽ ഹർ, നമ്മളിവിടെ എന്തായി? നമ്മുടെ ടെൻസിൻ്റെ യാതൊരു സാധനവും മാറ്റേണ്ട, ടെൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് അതേപോലെ എഴുതിയാൽ മതി, ഇമ്പരേറ്റീവ് സെൻസ് ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ആശ്ചര്യചിഹ്നത്തിൽ അവസാനിക്കുന്ന, ആശ്ചര്യചിഹ്നത്തിൽ അതായത് എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബുകൾ എക്സ്ക്ലെയിംഡ്, സർപ്രൈസ്ഡ്, വിഷ്ഡ്, വണ്ടർഡ്, ഇതാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്ക്ലെയിംഡ് ആണ്. ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ് അസേർട്ടീവ് സെൻറ്റൻസ് പോലെ തന്നെ ദാറ്റ് ആണ്. അതുപോലെ തന്നെ ഇത്തരം വാക്കുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊന്നും നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നോക്കിയൊരു എക്സാമ്പിൾ, ഹീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു സെൻറ്റൻസിനെയും, ഇപ്പോൾ തന്നിരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പറഞ്ഞില്ലേ, ഏതൊരു സെൻറ്റൻസിനെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് എന്തായിട്ടാണ് മാറുക? അതൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആയിട്ടാണ് മാറുക. അതായത് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന രൂപത്തിലായിരിക്കും. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരേണ്ടത്. ഓക്കെ, ആ രൂപത്തിലേക്ക് ഏതൊരു സെൻറ്റൻസിനെയും, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിക്കോട്ടെ, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയിക്കോട്ടെ, വേറെ ഏത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിക്കോട്ടെ, ഏത് സെൻറ്റൻസിനെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് കിടക്കുക? ഈ പറയുന്ന അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ രൂപത്തിലാണ് കിടക്കുക. കാരണം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വെർബ് വരണം. അങ്ങനെ വരുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഹീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം വേണമെങ്കിൽ ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റിനെ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന രീതിയിൽ മാറ്റി എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഹി സെഡിന് പകരം എക്സ്ക്ലെയിംഡ്, കണക്റ്റിംഗ് വേർഡ് എന്താണ്? ദാറ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ആണല്ലോ. അപ്പോൾ എന്താണ്? ഈസ് എന്തായിട്ട് മാറി? വാസ് ആയിട്ട് മാറി. അപ്പോൾ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, ഓ ഡിയർ ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ് ഷീ സെഡ്. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് എഴുതി, കണക്റ്റിംഗ് വേർഡായ ദാറ്റ് എഴുതി, ഷീന്ന് എഴുതി. ഇവിടെ നോക്കിക്കേ, ഹാവ് ആണ്. ഹാവ് ആണെങ്കിൽ എന്താ വേണ്ടത്? ഹാഡാണ് വേണ്ടത് അല്ലേ? ഹാസ് ഹാവ് എന്തായിട്ട് മാറും? ഹാഡായിട്ട് മാറും. അപ്പോൾ ഹാഡ് ലോസ്റ്റ് ഹെർ പേഴ്സ് എന്ന് എഴുതി. സിമ്പിൾ അല്ലേ? ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? അവിടെ സെഡ് ടു എന്തായിട്ട് മാറുന്നുണ്ട്? ആസ്ക്ഡ് ആയിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആസ്ക്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡിലൊക്കെ സാധാരണ വരാറുള്ള ഒരു സംഭവം. ഇതിൻ്റെ കണക്റ്റിംഗ് വേർഡ് വെദർ അല്ലെങ്കിൽ ഈഫ് എന്നാണ് എസ് ഓർ നോ ക്വസ്റ്റ്യനിലെ കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ, ഹീ സെഡ് ടു മീ ആർ യു റെഡി. അപ്പോൾ സെഡ് ടു എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ആസ്ക്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹീ ആസ്ക്ഡ് മീ വെദർ, വെദർ ചേർത്തു. ഐ വാസ് റെഡി. ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ആർ യു റെഡി. യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ അല്ലേ? 1 2 3 ഇതല്ലേ സെക്കൻഡ് പേഴ്സൺ? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ച് നോക്കണം. ഇവിടെ ഹീ സെഡ് ടു മീയിലെ ഒബ്ജക്റ്റ് ആരാണ്? ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, മീ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഇവിടെ മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ യു എന്നുള്ളത് എവിടെ എന്തായിട്ടാണ് മാറുന്നത്? ഹീ സെഡ് ടു മീ എന്ന് പറയുമ്പോൾ എന്നോട്. എന്നോട് എന്നുള്ളത് അതിൻ്റെ മറ്റു രൂപമാണ് ഞാൻ. എന്നോട് എന്നുള്ളതിൻ്റെ രൂപമാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ച് മാറ്റിയപ്പോൾ എന്തായി? യു എന്നുള്ളത് ഐ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഹീ ആസ്ക്ഡ് മീ വെദർ ഐ എന്ന് എഴുതി. ഇനി ആറ് എന്താണ്? അതായത് ആർ യു റെഡി എന്നല്ലേ? അപ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്തായിട്ടാണ് മാറേണ്ടത്? വേറെ ആയിട്ടാണ് മാറേണ്ടത് ശരിക്കും. പക്ഷേ ഐൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ വേറെ ഉപയോഗിക്കാൻ പാടില്ല, വാസാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഐ വാസ് റെഡി എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് യു റീഡ് ഒഥല്ലോ? ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു റീഡ് ഒഥല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ. അപ്പോൾ എന്ത് എഴുതി? ദ ടീച്ചർ ആസ്ക്ഡ് മീ. ആസ്ക്ഡ് തന്നെയാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അതേപോലെ എഴുതി. പിന്നെ നമ്മൾ വെദർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ചേർത്തു. പിന്നെ എന്താണ് എഴുതിക്കുന്നത്? ഹാവ് യു റീഡ് ഒഥല്ലോ എന്നാണ്. അപ്പോൾ ഹാവ് എന്തായിട്ട് മാറണം?
ഇവിടെ ഉണ്ടോ യു ആണ്. യു എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഒബ്ജക്റ്റ് ഇവിടെ ആരാണ്? മീ ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ, എന്നോട് ചോദിച്ചു. മീ എന്ന് പറയുമ്പോൾ ഐ, എന്നോട് പറയുമ്പോൾ ഞാൻ എന്നുള്ള രൂപത്തിലേക്കാണ് ഇത് മാറേണ്ടത്. അപ്പോൾ വെദർ ഐ. ഇനി ഹാവ് എന്തായിട്ട് മാറുകയാണ്? ഹാഡ് ആയിട്ട് മാറി. ഓക്കെ, ബാക്കി അതേപോലെ എഴുതി, റീഡ് ഒതല്ലോ. അപ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റെഡ് ഒതല്ലോ. ഇനി WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് തന്നെയാണ്, മാറ്റൊന്നും വരില്ല. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് വരിക. എക്സാമ്പിൾ നോക്കിയേ, ഹി ആസ്ക്ഡ് മീ വൈ ആർ യു ലേറ്റ് എന്നാണ്. അപ്പോൾ വൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, അത് തന്നെയാണ് ഇവിടെ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വൈ, ഇവിടെ യു അല്ലേ? യു ആണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ അല്ലേ? സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ ഓ അല്ലേ? ഒബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ഒബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് മീ ആണ്. മീ എന്തായിട്ട് മാറി? ഐ ആയിട്ട് മാറി. അപ്പോൾ വൈ. പിന്നെന്തായി? ആർ യു ലേറ്റ്. ആർ ഉള്ളത് വേറെ ആയിട്ട് മാറണം, പക്ഷേ ഐൻ്റെ കൂടെ നമ്മൾ വാസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലേ? ഈസ്, ആമ്, ആറ് എന്തായിട്ട് മാറണം? വാസ് അല്ലെങ്കിൽ വേറെ ആയിട്ട് മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് വാസായി. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വൈ ഐ വാസ് ലേറ്റ്. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്തുകൾ, പ്രോവർബുകൾ, സയൻറ്റിഫിക് ഫാക്റ്റുകൾ, കോമൺ ഫാക്റ്റുകൾ, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, ഹാബിച്വൽ ആക്ഷൻസ്, കോട്ടുകൾ. ഇതൊക്കെ വരികയാണെങ്കിൽ യാതൊരുവിധ മാറ്റങ്ങളും എവിടെ വരത്തില്ല? നമ്മുടെ ടെൻസിൽ വരത്തില്ല. ഇതിനൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. UPSCൻ്റെ ഹെഡ് ക്വാർട്ടർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹെഡ് ക്വാർട്ടറിലെ ഇവിടെ ഒരു 2 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ UPSC യൂണിവേഴ്സൽ ട്രൂത്ത്, P പ്രോവർബ്, സയൻറ്റിഫിക് ഫാക്ട്സ്, കോമൺ ഫാക്ട്സ്, H 2 ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഈവൻസും ഉണ്ട്, ഹാബിച്വൽ ആക്ഷൻസും ഉണ്ട്, Q എന്ന് പറയുന്ന കോട്ടുകൾ. അപ്പോൾ ഇത്തരം വാക്കുകൾ വരുന്ന സമയത്ത്, ഇത്തരം സെൻറ്റൻസുകൾ വരുമ്പോൾ അതിൻ്റെ ടെൻസുകൾക്ക് യാതൊരു മാറ്റവും വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഷീ സെഡ് എ ഗ്രേറ്റർ പാർട്ട് ഓഫ് അറേബ്യ ഇസ് ഡെസേർട്ട്. ഇതൊരു കോമൺ ഫാക്റ്റ് ആണ്, മനസ്സിലായി? ഇതൊരു കോമൺ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. എന്ത്? ഗ്രേറ്റർ പാർട്ട് ഓഫ് അറേബ്യ എന്ന് പറയുന്നത് ഡെസേർട്ട് തന്നെയാണെന്ന്. അപ്പോൾ അവൾ പറയുകയാണ് ഷീ സെഡ് എഴുതി. ഓക്കെ, ഇതൊരു കോമൺ ഫാക്റ്റ്. നമ്മൾ എന്ത് കണക്റ്റീവ് വേർഡ് ദാറ്റ് എഴുതി. പിന്നെ ഈ പറയുന്ന സെൻറ്റൻസ് യാതൊരുവിധ മാറ്റവും വരുന്നില്ല, ടെൻസിൽ യാതൊരുവിധ മാറ്റവും, ഇത് അതേപോലെ തന്നെ എടുത്തെഴുതിയാൽ മതി. എ ഗ്രേറ്റർ പാർട്ട് ഓഫ് അറേബ്യ ഇസ് ഡെസേർട്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു പോവുകയാണ്. ഇനി എങ്ങനെ നമുക്ക് ഓപ്ഷൻസിൽ നോക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. കൂടുതലൊന്നും ചിന്തിക്കാൻ പോണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇനി നിങ്ങൾ കേട്ടാൽ മതി. എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം വേഗത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും നമുക്കുള്ള ഒരു ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹി ആസ്ക്ഡ് വെദർ. ഹി ഓൾറെഡി ഇവിടെ ആസ്ക്ഡാണ് വന്നിട്ടുള്ളത്, അത് തന്നിരിക്കുന്ന സാധനം എന്താണ്? പാസ്റ്റിലാണ്. അപ്പോൾ ഈ ഭാഗത്തും വരേണ്ടത് പാസ്റ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഓക്കെ, ഈ ഭാഗത്തും വരേണ്ടത് പാസ്റ്റ് ആയിരിക്കണം. ഹി ആസ്ക്ഡ് വെദർ ഷീ കുഡ് സിങ്, ഷീ ക്യാൻ സിങ്. ഷീ ക്യാൻ സിങ് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ല, പ്രസൻറ്റ്. അപ്പോൾ ഇതൊരിക്കലും വരത്തില്ല. അതേപോലെ ദാറ്റ് ഷീ കുഡ് സിങ്, വെദർ കുഡ് ഷീ സിങ്, ഇതും വരത്തില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വെർബാണ് വരേണ്ടത് അല്ലേ? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ്. ഇവിടെ എങ്ങനെയാണ്? ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റിൽ ഒരിക്കലും വരത്തില്ല. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെൻറ്റൻസുകളും അസേർട്ടീവ് രൂപത്തിലായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും. അതിൻ്റെ അർത്ഥം സബ്ജക്റ്റ് പ്ലസ് വെർബ് വരണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 ഭാഗങ്ങളാണുള്ളത്. വെദർ ഷീ കുഡ് സിങ്, ദാറ്റ് ഷീ കുഡ് സിങ്. ഈ രണ്ടിൽ ഏത് വരണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ്ക്ഡ് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? ക്വസ്റ്റ്യൻ വേർഡിലല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വേർഡായ സാധനത്തിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ ആസ്ക്ഡ് ഉപയോഗിച്ചത്. എസ് ഓർ നോ ക്വസ്റ്റ്യനിലൊക്കെയാണ് ആസ്ക്ഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതേപോലെ WH ക്വസ്റ്റ്യനിലൊക്കെ വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ വെദർ അല്ലെങ്കിൽ ഈഫ് അല്ലേ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ വെദർ അല്ലേ വരേണ്ടത്? അപ്പോൾ ഉത്തരം എ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെൻസുകൾ നോക്കിയിട്ട്, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ടെൻസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ടെൻസുകളൊക്കെ നോക്കിയിട്ട് ഏറ്റവും അവസാനം മാത്രമേ ബാക്കി കാര്യങ്ങൾ നോക്കൂ. അപ്പോൾ ആദ്യം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ നോക്കാൻ പോകുന്നത് ടെൻസുകളാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഡിഡിൻ യു ടെൽ മീ. ഇവിടെ തന്നിരിക്കുന്നത് ഡിഡ് ആണ്. ഡിഡ് എന്ന് പറയുന്നത് V2 രൂപത്തിലുള്ള സാധനമാണ്. അങ്ങനെയാണെങ്കിൽ V3 രൂപത്തിലുള്ള സാധനമാണ് വേണ്ടത്. V3 രൂപം എന്ന് പറയുമ്പോൾ എന്താ വരിക? V3 രൂപം എന്ന് പറയുമ്പോൾ എന്താ വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ വരിക? V2 എന്തായിട്ട് മാറണം? V3 രൂപത്തേക്ക് മാറുമ്പോൾ ഹാഡ് പ്ലസ് V3 ആയിട്ടാണ് മാറേണ്ടത് അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ V2 ഇവിടെ തന്നിരിക്കുന്ന ഡിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിഡ് എന്ന് പറയുന്നത് V2 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിഡ് എന്തായിട്ട് മാറണം? V2 എന്തായിട്ടാണ് മാറേണ്ടത്? ഹാഡ് പ്ലസ് V3 ആയിട്ട്. തന്നിരിക്കുന്ന ഹാഡ് പ്ലസ് V3 ഉണ്ടോ എന്ന് വേഗം നോക്കിയേ. ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വീണ്ടും വൈ ഡിഡിന്, ഇത് ഒരിക്കലും വരത്തില്ല. ഇവിടെ ഹാസാ വന്നു, ഇത് ഒരിക്കലും വരത്തില്ല. ഇത് വരാം, ഇവിടെ ഹാഡ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്
എല്ലാ സെൻറ്റൻസുകളും എന്തായിട്ടാണ് മാറുക? അസേർട്ടീവായിട്ടാണ് മാറുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് വരണം. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് വരുമ്പോൾ ഇവിടെ നോക്കിക്കേ, സബ്ജക്റ്റിൻ്റെ മുന്നെയാണ് ഇവിടെ വെർബ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഓക്കെയാണ്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വേർഡ് വന്നു, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം വെർബ് വരാൻ. അപ്പോൾ ഉത്തരം നമ്മുടെ ഏതാണ്? 2ൻ്റെ ഉത്തരം എ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. ഐ ആം റൈറ്റിംഗ് ഫോർ മീനു, ഐ ആം റൈറ്റിംഗ് ഫോർ മീനു, ഷീ സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന നോക്കിയേ, ഐ ആം ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി സെഡ് തന്നെയാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഇവിടെയും പാസ്റ്റ് ആക്കണം. അപ്പോൾ ആം എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരണം? ആം, ഈസ്, ആം, ആർ ഒക്കെ എന്തായിട്ടാണ്? വാസ് അല്ലെങ്കിൽ വേറെ ആയിട്ടാണ് മാറാറ് അല്ലേ? തന്നിരിക്കുന്നതിൽ വാസും വേറെ ഉണ്ടോ നോക്കിയേ, ഇതെന്തായാലും വരത്തില്ല. വാസ് ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കൂടെ. ഹാഡ് ബീൻ വരത്തില്ല, ഹാസ് ബീനും വരത്തില്ല, വാസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഉത്തരം നമ്മൾ ഏതാണ്? 3B ആണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ആം ആണെങ്കിൽ അത് വാസ് അല്ലെങ്കിൽ വേറെ ആയിട്ടാണ് മാറുക. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റിപ്പോർട്ട് ദ ഗിവൺ സെൻറ്റൻസ്. ഹി സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ. ഇതെന്താണ്? ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ അതിന് ടെൻസിനൊന്നും മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ ഹെൽപ്പ് മീ. ഇവിടെ ഒരു കുഡ് കയറി വന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? നമ്മളിതൊരു അങ്ങനെ സംഭവം പഠിച്ചിട്ടില്ല. ഇവിടെ കുഡിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഹെൽപ്പ് മീ അതേപോലെ എഴുതിയിട്ടുണ്ട്. പ്ലീസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഏതാണ്? കണക്റ്റിംഗ് വേർഡാണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ടു ആണ് അല്ലേ? കണക്റ്റിംഗ് വേർഡ് ടു ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടല്ലേ. അതേപോലെ റിക്വസ്റ്റഡ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തും. ഹെൽപ്പിംഗ് വേർഡുള്ള ടു ഉള്ളത് ഒറ്റ സ്ഥലത്ത് മാത്രമല്ലേ ഉള്ളൂ, വേറെ എവിടെയും ടു ഇല്ല. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? 4D ആണ്. അടുത്ത് നോക്കിയാൽ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോവർബാണ്. ഒരു പ്രോവർബാണ്. പ്രോവർബാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചു? ആ UPSC ഹെഡ് ക്വാർട്ടേഴ്സ് അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോവർബാണെങ്കിൽ ടെൻസിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ തന്നിരിക്കുന്നു നോക്കിയേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം അതേപോലെ എവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബിഗാൻ ആണ്, അപ്പോൾ അത് വരത്തില്ല. ഇവിടെ ബിഗിനിങ് ആണ്, വരത്തില്ല. ബിഗൺ ആണ്, തരത്തില്ല. അപ്പോൾ ഉത്തരം ഏതാണ്? 5ൻ്റെ ഉത്തരം B ആണ്. 6 നോക്കിയേ, ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ വെർബ്. ദ ഡോക്ടർ സെഡ് ടു ഹിം അവോയ്ഡ് ജങ്ക് ഫുഡ്. അവോയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഇമ്പരേറ്റീവ് വെർബിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിന് ടെൻസിനൊന്നും യാതൊരു മാറ്റം വരില്ല. കണക്റ്റിംഗ് വേർഡ് ടു വരുന്നുണ്ടോ നോക്കിയേ, ടു ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ്, ഹിം ദാറ്റ്, ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. രണ്ടും കൂടെ ഒരുമിച്ച് വരാറില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കണക്റ്റിംഗ് വേർഡേ വരത്തുള്ളൂ, രണ്ടും കൂടെ ഒന്നും ഒരുമിച്ച് വരത്തില്ല. അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഈഫും ടൂവും കൂടെ വന്നിട്ടുണ്ട്. ഈഫും ഇത് കണക്റ്റിംഗ് ആയിട്ട് ഇവിടെ വരില്ല. ഈഫ് എവിടെ വരില്ല? എസ് ഓർ നോ ക്വസ്റ്റ്യനിലാണ് വരില്ല. അപ്പോൾ ഇവിടെ വരത്തില്ല, അതും തെറ്റാണ്. ഇവിടെ ടു വന്നിട്ടുമില്ല, അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഏതാ ഉത്തരം? നമ്മുടെ A ആണ്. അപ്പോൾ 6ൻ്റെ ഉത്തരം A ആണ്. അടുത്ത നോക്കിയേ, ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. ഇതിലേതാ കറക്റ്റ് വേണമെന്ന് ചോദിക്കണം. ഐ വിസിറ്റഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? V2 അല്ലേ? V2 ആണെങ്കിൽ അടുത്ത നമുക്ക് ഏതാ വരേണ്ടത്? V2 എന്തായിട്ടാണ് മാറുക? ഹാഡ് പ്ലസ് V3 ആയിട്ടല്ലേ മാറുന്നത്. തന്നിരിക്കുന്നതിൽ ഹാഡ് പ്ലസ് V3 നോക്കി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഹാസ് ആണ്, വരത്തില്ല. ഹാഡ് വിസിറ്റഡ് ഉണ്ട്, ഹാഡ് വിസിറ്റഡ് ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? ഇവിടെ ലാസ്റ്റ് വീക്ക് എന്നാണ് ക്വസ്റ്റ്യൻ തന്നെ. ലാസ്റ്റ് വീക്ക് എന്തായിട്ട് മാറണം? ദ പ്രീവിയസ് വീക്ക് ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ദ പ്രീവിയസ് വീക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം D ആണ്. അപ്പോൾ ടെൻസ് ആദ്യം നോക്കുക. 2 ടെൻസ് ഒരുമിച്ച് സെയിം ആയിട്ട് 2 ടെൻസ് വന്നതുകൊണ്ട് നമ്മൾ അടുത്ത കാര്യം കൂടെ നോക്കി. അല്ലെങ്കിൽ നമുക്കൊരൊറ്റ ടെൻസ് വെച്ച് മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ 7ൻ്റെ ഉത്തരം D ആണ്. 8 നോക്കിയേ, റിപ്പോർട്ട് ദ ഗിവൺ ക്വസ്റ്റ്യൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റ്യൂ സെഡ് ദി ചീഫ് കുക്ക്. അപ്പോൾ തന്നിരിക്കുന്ന നോക്കിയേ, നോസ് എന്നാണ്. അപ്പോൾ ഇത് V1 ആണ്. V1 എന്ന് പറയുമ്പോൾ അതിനെ V2ലേക്ക് ആവണം. അപ്പോൾ എന്ത് വരണം? ന്യൂ എന്നാണ് വരേണ്ടത് അല്ലേ? ന്യൂ ഇവിടെ വന്നിട്ടുണ്ട്, ന്യൂ വന്നിട്ടുണ്ട്. നോൺ എന്നാണ്, ഇത് വരത്തില്ല, ഇതും വരത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിലേതെങ്കിലും ഒന്നായിട്ടാണ് ഉത്തരം വരിക. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് എന്തായിരിക്കും? വിച്ച് ആയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഇവിടെ ഈഫാണ് കണക്റ്റിംഗ് വേർഡ്. അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ൻ്റെ ഉത്തരം A ആണ്. ഇനി 9 നോക്കിയേ, രാം സെഡ് ടു ഹിസ് ഫ്രണ്ട് വേർ ഈസ് ദ സിനിമ ഹാൾ. വേറാണ് ക്വസ്റ്റ്യൻ വേർഡാണ് ഇവിടെ വേർ. അപ്പോൾ എല്ലാത്തിലും വേർ തന്നിട്ടുണ്ട്. പിന്നെ ഈസാണ് ഇവിടെ തന്നിരിക്കുക. ഈസ് ഉള്ളത് വാസായിട്ട് മാറണം അല്ലേ? ഈസ് ഉള്ളത് എന്തായിട്ട് മാറും? വാസായിട്ട് മാറും. നോക്കിയേ, വാസ് ഉള്ളത് ഇവിടെ മാത്രം. ഇവിടെ ഒരു വാസ് ഉണ്ട്. പിന്നെ എവിടെയുള്ളത്? വേറെ എവിടെയും നമുക്ക് തന്നിരിക്കുന്നതിൽ വാസില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? B ആണ്. ഓക്കെ, വേർ ദ സിനിമ ഹാൾ വാസ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് വെർബ് വന്നിരിക്കുന്നത്. കറക്റ്റാണ്. വേറെ എവിടെയും വാസില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉത്തരം B ആണ്. 10 നോക്കിയേ, ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. അപ്പോൾ ഡിഡ് വന്നിട്ടുണ്ട്. ഡിഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പോൾ നമുക്ക് ഹാഡ് പ്ലസ് V3 വേണം. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ ഗോ ആണ്. അപ്പോൾ ഗോൺ എന്ന് വരണം അല്ലേ? ഹാഡ് ഗോൺ എന്ന് വേണം. ഹാഡ് ഗോൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഹാസ് ആണ്. അപ്പോൾ ഇത് വരത്തില്ല. ഇത് ഹാഡ് ബീൻ ഗോയിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. ഹി വാസ് ഗോയിങ്, അതും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 10ൻ്റെ ഉത്തരം A ആണ്.
ഐ ഡോണ്ട് ലൈക്ക് ദ ടീ ഹീ സെഡ്. ചേഞ്ച് ഈ സെൻറ്റൻസ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ എന്ന് പറയുമ്പോൾ ഹീ സെഡ്. ഐ ഡോണ്ട് ലൈക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡു എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. അപ്പോൾ അതിൻ്റെ V2 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് വരണം? നമുക്ക് ഡിഡ് വരണം അല്ലേ? നോക്കിക്കേ, ഡു നോട്ട് ഇത് വരത്തില്ല, ഡസിൻ്റ് വരത്തില്ല, ഹാഡ് നോട്ടും വരത്തില്ല. അപ്പോൾ ഡിഡിൻ്റെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഉത്തരം 11ൻ്റെ ഉത്തരം B ആണ്. 12 നോക്കിക്കേ, മീനു സെഡ് മൈ മദർ സാങ് വെൽ. സിങ് സാങ് സങ് അല്ലേ? ഇത് V2 അല്ലേ? V2 വരുമ്പോൾ ഹാഡ് സങ് എന്ന് വരണ്ടേ അല്ലേ? ഹാഡ് സങ് എവിടെ ഉണ്ടോ? ഇവിടെ വെറും സാങ് ആണ്, അത് വരത്തില്ല. ഹാസ് വരത്തില്ല. ഹാഡ് സങ് വന്നിട്ടുണ്ട്, ഹാഡ് സങ് വന്നിട്ടുണ്ട്, രണ്ടെണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ സോറി, ഇത് ഹാസ് സങ് തന്നെയാണ്, അത് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം D ആണ് അല്ലേ? 12 D. 12 ഉത്തരം D ആണ്. ഇവിടെ ഹാഡ് ഒരു സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, ഇവിടെ രണ്ടിടത്ത് ഹാസ് ആണ്, അത് വരത്തില്ല. ഇവിടെ വെറും സാങ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മുടെ ഉത്തരം ഏതാണ്? D ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയാൽ, ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ് ഹീ സെഡ് ടു മീ. അപ്പോൾ നമ്മൾ വരിക, ഹാവ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ? ഹാവ് തരുമ്പോൾ നമുക്ക് ഹാഡ് വരണം. ഹാവ് വരുമ്പോൾ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്തായിട്ട് മാറുക? ഹാഡായിട്ട് മാറും. അപ്പോൾ തന്നിരിക്കുന്ന ഹാഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഹാവ് ആണ്, വരത്തില്ല. ഹാവ് ബീൻ വരത്തില്ല. ഇഫ് യു ഹാഡ് അണ്ടർസ്റ്റുഡ്, അപ്പോൾ ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച സാധനത്തിലേക്ക് നോക്കണം. ഏതാണ് തന്നിരിക്കുന്നതിൽ? യു ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ SON 1 2 3 യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. ഒബ്ജക്റ്റ് ഇവിടെ ഏതാണ്? ഹീ സെഡ് ടു മീ. എന്നോട് പറഞ്ഞു. എന്നോട് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മീ ആണ്. അപ്പോൾ എന്നോട് എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള രീതിയിലേക്കല്ലേ വരേണ്ടത്? ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതാ വരേണ്ടത്? ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ വരേണ്ടത്? മീ എന്തായിട്ടാണ് മാറുന്നത്? ഐ ആയിട്ടാണ് മാറേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഐ വരേണ്ടത്, യു വരാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. അടുത്ത് നോക്കിയേ, ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് V1 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ലെൻഡ്, ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി. ഇപ്പോൾ തന്നിരിക്കുന്ന സാധനം എന്താണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് അല്ലേ? ഇത് തന്നിരിക്കുന്നത് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് പറയുന്നത്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെൻസിനൊന്നും ഇനി എന്ത് വരാൻ പാടില്ല? മാറ്റം വരാൻ പാടില്ല. മാറ്റം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടെൻസിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരം എന്തായിട്ട് വരത്തില്ല, ഇത് ഉത്തരമായിട്ട് വരത്തില്ല. പിന്നെ ഇമ്പരാറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ ഇവിടെ ഡോണ്ട് ആണ്. അപ്പോൾ നോട്ട് ടു എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് വരണം. നോട്ട് ടു ഇവിടെ വന്നിട്ടുണ്ട്, നോട്ട് ടു വന്നിട്ടുണ്ട്, നോട്ട് ടു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിവാക്കിയതാണ്, നോട്ട് ടു വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എവിടെ ഇതിൻ്റെ സംഭവം നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഈ ഡോണ്ട് ലെൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ടെൻസിൻ്റെ ഒന്നും മാറ്റം വരാൻ പാടില്ല. ഓക്കെ, ഇവിടെ ടെൻസിൻ്റെ മാറ്റമൊന്നും വരാൻ പാടില്ല. പക്ഷേ നോക്കിയേ, ഹീ നെവർ പേസ് ഹിസ് ഡെപ്റ്റ്, ഒരു വാക്കും കൂടെ ഉണ്ട് അല്ലേ? ഇത് സാധാ അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാറ്റം വരണം. അപ്പോൾ പേസ് എന്നുള്ളത് പെയ്ഡ് ആയിട്ട് മാറണം. ഈ ലെൻഡിന് യാതൊരു മാറ്റം വരാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ കളഞ്ഞു. ഇവിടെ ലെൻഡാണ് കുഴപ്പമില്ല, ഇവിടെയും ലെൻഡാണ് കുഴപ്പമില്ല, ഇവിടെയും ലെൻഡാണ് കുഴപ്പമില്ല. പക്ഷേ പേസ് എന്തായിട്ട് മാറണം? ഇത് പെയ്ഡ് ആയിട്ട് മാറേണ്ട ആവശ്യമുണ്ട് അല്ലേ? കാരണം ഇതൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. പെയ്ഡ്, ഇവിടെ പെയ്ഡ് ഓക്കെ ആണ്, ഇവിടെ പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും അല്ലേ? ക്ലിയർ ആണല്ലോ. പിന്നെ ഈ സെൻറ്റൻസുമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഹി ഓൾവേസ് പെയ്ഡ് ഡെപ്റ്റ് എന്നാണ്. പക്ഷേ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഹി നെവർ പേസ് ഹിസ് ഡെപ്റ്റ് ആണ്. അപ്പോൾ നെവറാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഓൾവേസ്, ഇവിടെ നെവർ എന്ന വാക്കില്ല. ഇവിടെ എപ്പോഴും ഡെപ്റ്റ് പെയ്ഡ് ചെയ്യുന്നുണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരിക്കലും പാടില്ല എന്ന് പറയാം. അപ്പോൾ നെവർ വരണം. അപ്പോൾ നമ്മുടെ ഈ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഉത്തരം വരേണ്ടത് ഏതാണ്? എ ആണ്. 14ൻ്റെ ഉത്തരം എ ആണ്. 15 ചോദിക്കേ, ശ്യാം ഡിഡ് യു വാച്ച് ദി ടോക്ക് ഷോ യെസ്റ്റർഡേ? ശ്യാം ആസ്ക്ഡ്. ഇവിടെ കണ്ടോ, ഡിഡ് വന്നിട്ടുണ്ട്. ഡിഡ് എന്ന് വരുമ്പോൾ എന്താ വരേണ്ടത്? ഡിഡ് എന്ന് വരുമ്പോൾ ഏതാ വേണ്ടത്? V2 ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വരണ്ടേ? ഹാഡ് പ്ലസ് V3 നമുക്ക് ഉത്തരത്തിൽ വരണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഡ് V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3 എവിടെയുള്ളത്? ഇവിടെ ഹാഡ് ഒന്നുമില്ല, അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഹാസ് ആണ്, വരത്തില്ല. ഹാഡ് V3 വന്നിട്ടുണ്ട്, ഇവിടെ ഹാഡ് V3 വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, പ്രീവിയസ് ഡേ യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളത് എന്തായിട്ട് മാറണം? പ്രീവിയസ് ഡേ ആയിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഉത്തരം 15C ആണ്. അടുത്ത് നോക്കിയേ, ഹീ സെഡ് ഐ മസ്റ്റ് ഗോ അറ്റ് വൺസ്. ഐ മസ്റ്റ് ഗോ അറ്റ് വൺസ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പുതിയൊരു കാര്യം കൂടെ ഇവിടെ പഠിച്ചോ. മസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വരികയാണെങ്കിൽ അത് എന്തായിട്ട് മാറണം? ഹാഡ് ടു ആയിട്ട് മാറണം. ഓക്കെ, അതായത് വില്ല് എന്നുള്ളത് വുഡായിട്ട് മാറും, ഷോൾ ഷുഡായിട്ട് മാറും. അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചേക്കേണ്ട ഒരു സാധനമാണ് മസ്റ്റ് എന്നുള്ള ഹാഡ് ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വില്ല് എന്തായിട്ട് മാറും? വുഡായിട്ട് മാറും അല്ലേ? ഷോൾ എന്തായിട്ട് മാറണം? ഷുഡായിട്ട് മാറും. ക്യാൻ എന്തായിട്ട് മാറും? കുഡായിട്ട് മാറും. മേ എന്തായിട്ട് മാറും? മൈറ്റ് ആയിട്ട് മാറും. അതുപോലെ മസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഹാഡ് ടു ആയിട്ട് മാറണം എന്ന് മനസ്സിലാക്കി വെച്ചോ. മസ്റ്റ് എന്തായിട്ട് മാറണം? ഹാഡ് ടു ആയിട്ട് മാറണം.
അപ്പം മസ്റ്റ് ഇതെന്തായിട്ട് മാറണം? ഹാഡ് ടു ആയിട്ട് മാറണം. അപ്പോൾ ഹാഡ് ടു ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഹാഡ് ടു, രണ്ട് ഹാഡ് ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾ ഉത്തരം ഏതാ വരുന്നത്? 16ൻ്റെ ഉത്തരം എ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയേ, മൈ ബ്രദർ സേസ് ഐ ലൈക്ക് റോസസ് വെരി മച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ മൈ ബ്രദർ സേസ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ പ്രസൻറ്റിലാണ് തന്നിട്ടുള്ളത്. ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുത്തെ ഭാഗവും പാസ്റ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതും പ്രസൻറ്റ് രൂപത്തിൽ അങ്ങ് എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതാൻ പോകണ്ട. ഓക്കെ, മൈ ബ്രദർ സേസ് തന്നെയാണ് അപ്പോൾ അവിടെ വരേണ്ടത്. അപ്പോൾ സെഡ് വരത്തില്ല. ഇതിൽ രണ്ട് ഏതെങ്കിലും ആയിരിക്കും ഉത്തരം വരേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൈ ബ്രദർ സേസ് ദാറ്റ് ഹീ ലൈക്സ് റോസസ്. കണ്ടോ, ഞാൻ പറഞ്ഞു ടെൻസിനൊന്നും യാതൊരു മാറ്റം വരണ്ട, പക്ഷേ ഇവിടെ ലൈക്ക്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ സേസ് ആയത്, ഇവിടെ പ്രസൻറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെയും പ്രസൻറ്റ് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? സി ആണ്. ഓക്കെ, നമ്മുടെ ഉത്തരം സി. 17ൻ്റെ ഉത്തരം സി ആണ് കേട്ടോ. മനസ്സിലായല്ലേ? അപ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? ഇതേപോലെ സെയ്സ്, ടെൽസ് ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ മറ്റേതിനെ ഒരു മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യം. അതേപോലെ തന്നെ വിൽ സേ, വിൽ ടെൽ, ഇതുപോലെ തന്നെ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഇവിടെ ഈ ഭാഗത്ത് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ടെൻസിന് യാതൊരു മാറ്റവും വരത്തില്ല. ഇവിടെ ഈ പറയുന്ന വാക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഇവിടെയും എന്ത് വരത്തുള്ളൂ? പാസ്റ്റ് ടെൻസ് വരത്തുള്ളൂ. ഇനി അടുത്ത് നോക്കിയാൽ, രാജു സെഡ് ദാറ്റ് ദേ ഡാഷ് ദി ബാഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി സെഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? പാസ്റ്റ് ടെൻസ് വരണം. പാസ്റ്റ് വരും. ബ്രിങ് പാസ്റ്റ് അല്ലല്ലോ, ബ്രിങ്സ് പാസ്റ്റ് അല്ലല്ലോ, വിൽ ബ്രിങ് പാസ്റ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉത്തരം പാസ്റ്റ് വരുന്നത് വുഡ് മാത്രമാണ്. അപ്പോൾ വുഡ് ബ്രിങ്. അപ്പോൾ 18ൻ്റെ ഉത്തരം സി ആണ്. അടുത്ത് നോക്കിയേ, ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഈസ് ഡിസപ്പോയിൻറ്റ്. നമ്മൾ പറഞ്ഞു ഇവിടെ പാസ്റ്റ് ആണ്, അപ്പോൾ ഇവിടെയും പാസ്റ്റ് വരണം. ഈസ് ഡിസപ്പോയിൻറ്റ് ഒരിക്കലും വരത്തില്ല, ഹാസും വരത്തില്ല, ഈസും ഹാസും ഇവിടെ വരത്തില്ല, പാസ്റ്റ് മാത്രമേ വരുള്ളൂ. വാസ് വരും, ഈസ് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? സി ആണ്. 19 സി ആണ്. 20 നോക്കിയേ, റാണി ആസ്ക്ഡ് ദ ഗേൾ വാട്ട് വാസ് ഷീ ഡൂയിങ്. എല്ലായിടത്തും വാട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരണം? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം വെർബ് വരാൻ അല്ലേ. ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഓക്കെയാണ്. ഷീ വാസ്, ഷീ കഴിഞ്ഞിട്ട് വുഡ് വന്നിട്ടുണ്ട്. ഷീ ഇവിടെ ഡിഡ് കഴിഞ്ഞിട്ടാണ്, അതായത് വെർബ് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? സബ്ജക്റ്റ്. അപ്പോൾ ഇതും വരത്തില്ല. ഇവിടെ രണ്ടിടത്തും ഓക്കെയാണ്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വന്നിരിക്കുന്നത്. പക്ഷേ ഷീ വുഡ് എന്ന് കഴിഞ്ഞിട്ട് ഒരിക്കലും എന്ത് വരത്തില്ല? V1 ഇത് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ വുഡ്, ഷുഡ്, ഷോള്, കോള്, മീൻസ് ഷുഡ്, വുഡ്, ഷോൾ, മൈറ്റ്, ഇത്തരം ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ V1 ആണ് ഉപയോഗിക്കാറ്. അവിടെ വേറൊന്നും വരത്തില്ല, പാസ്റ്റ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ വുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൺ എന്ന് ഉപയോഗിക്കാറില്ല, നമ്മൾ V1 ഫോം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? 20ൻ്റെ ഉത്തരം ബി ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, ദ പോലീസ് ആസ്ക്ഡ് ഡാഷ് വെർ ഈസ് യുവർ ഹോം. അപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തന്നെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരേണ്ടത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ആദ്യം ഓക്സിലറി വെർബ് തന്നെയാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരത്തില്ല, ഇത് വരത്തില്ല, ഇതും അങ്ങനെ തന്നെ, ഇതും വരത്തില്ല. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? 21 സി ആണ്. ഇവിടെയാണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ടെൻസ് വെച്ച് മാത്രമാണ് നമ്മൾ വളരെ സ്പീഡിലാണ് ഇത്രയും ഉത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് ഞാനതൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.